അപ്പൊ ഈ ഒരു സീരീസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുന്ന സീരീസ് എത്രത്തോളം കണ്ടിന്യൂ ആണെന്നുള്ളത് ഇതിന് തന്നെ കണ്ടന്റ് കിട്ടുന്നിടത്ത് ഉള്ള അത്രയും നാളും നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ശരിക്കും ഇതൊരു കോപ്പി അടി സീരീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ്, ഇത് കോപ്പി അടി സീരീസ് ആണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് കോപ്പി അടിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിങ്ങൾ വന്ന് ഡൗട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇതെങ്ങനെ ചെയ്തു അതെങ്ങനെ ചെയ്തു ഇതിന് വല്ല ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ ഓരോരുത്തർ വന്ന് ചോദിക്കുന്നതിന് നല്ലത് എല്ലാവർക്കും കൂടി ഒറ്റ സ്ഥലത്ത് റിസൾട്ട് തരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും ഒരു കോപ്പി അടി സീരീസ് തന്നെയാണ്, അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് കോപ്പി അടിക്കുമ്പോൾ എനിക്ക് റിഗ്രറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടുന്നത് അതേപോലെ തന്നെ അവിടെ കണ്ടതുകൊണ്ട്, അതിന്റെ ഒരു വേറെ ഫോം കണ്ടതുകൊണ്ട് അത് അതേപടി തന്നെ ഇത് വേറെ ഫോമിലോട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഒരു സൊല്യൂഷൻ പോലും കോപ്പി അടിയില്ല, നമ്മുടെ സ്വന്തം സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഒരേ സെയിം മെത്തേഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് നമുക്ക് കോപ്പി എന്ന് പറയാൻ പറ്റത്തില്ല, അത് തന്നെയുള്ളൂ അതിന് ഉത്തരം. അതുകൊണ്ട് ഇത് നമ്മൾ പറ്റുന്നത്രയും വ്യത്യസ്തമായിട്ടുള്ള ഈസി ആയിട്ടുള്ള സൊല്യൂഷനും കൊണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഡൗട്ട് വരാത്ത രീതിയിൽ ഞാനിത് കണ്ടിന്യൂ. അപ്പൊ ഈ ലിമിറ്റ് എങ്ങനെ ചെയ്യാം? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 tan x - sin x / x cube. അപ്പൊ sin x ന്റെ tan x ന്റെ എക്സ്പാൻഷൻ എടുത്ത് ചെയ്യണോ? നോക്കാം. നമുക്ക് tan 0 എടുത്ത് കഴിഞ്ഞാൽ 0, sin 0 0, x cube 0 എടുത്ത് കഴിഞ്ഞാൽ 0. 0/0 ആണ് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. നമുക്കിവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യും. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 tan x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? c² x - sin x ന്റെ ഡെറിവേറ്റീവ് cos x / x cube ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x². ഇനി ഒന്നും കൂടി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും 0 എടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? c² x 1 cos x cos 0 1 /0. അതായത് 0/0 ആകുമ്പോൾ എഗെയിൻ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ തന്നെ അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ പുതിയതായിട്ടൊന്നും ഇല്ലേ, നമ്മുടെ റെഗുലർ എൽ ഹോസ്പിറ്റൽ റൂൾ തന്നെ ഉള്ളൂ. ഒന്നുകൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 c² x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2sec x into sec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec x tan x. ദ ഹോൾ ഡിവൈഡ് ബൈ എന്തുണ്ട് അത് നമുക്ക് ചെയ്യാം. മൈനസ് എന്തുണ്ട്? മൈനസ് എഴുതി. cos x ന്റെ ഡെറിവേറ്റീവ് -sin x പ്ലസ് ആയി, sin x മൈനസ് കൂടി പ്ലസ് ആയി ഡിവൈഡ് ബൈ 3 അതേപോലെ ഉണ്ട്. x² ന്റെ ഡെറിവേറ്റീവ് 2x. ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്ത് നമ്മൾ കിട്ടോ? ലിമിറ്റ് കൊടുത്താൽ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പൊ 3 into 2 എന്താണ്? 6x. അപ്പൊ ഇത് നമ്മൾ 6x എന്ന് എഴുതി. ഇത്ര എഴുതിയത് നിങ്ങൾക്ക് ക്ലിയർ ആയി, ഒരു സംശയം ഇല്ലെന്ന് തോന്നുന്നു. ഇനി അടുത്ത രീതി നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ sec x into sec x എന്തായി? sec² x. ഈ ടൈം എന്തായി? sec² x. ഇനി നമ്മൾ ഈ പ്ലസിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും? ഇപ്പൊ രണ്ട് ലിമിറ്റ് ആയിട്ട് എഴുതും. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 sec² x into tan x ഡിവൈഡ് ബൈ 6x. പിന്നെ ഈ 2 ഉണ്ട് എഴുതി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പ്ലസ് sin x ഡിവൈഡ് ബൈ 6x. ഇത്ര നമ്മൾ എഴുതി. ഇത് നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 sin x x എന്താണ്? ഇത് 1 ആയി. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 tan x x എന്താണ്? ഇതും 1 ആയി. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ലിമിറ്റ് യൂസ് ചെയ്തു. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 sin x x 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 tan x x എന്താണ്? 1 ആണ്. അപ്പൊ നമ്മൾ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബാക്കി എന്തുണ്ട്? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 2 into sec² x ഡിവൈഡ് ബൈ 6 പ്ലസ് 1 ഡിവൈഡ് ബൈ 6. ഇവിടെ നമ്മൾ sec² 0 എന്താണ്? 1 ആണ്. അപ്പൊ ഇത് തരും 2/6 പ്ലസ് 1/6. ആഡ് ചെയ്യുമ്പോൾ എന്ത് തരും? 3/6 1/2. അപ്പൊ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ മാത്രം മതി, നമ്മൾ സീരീസ് എക്സ്പാൻഷൻ പഠിക്കാതെ നമുക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് എൽ ഹോസ്പിറ്റൽ റൂൾ ഉള്ളത്. പല ക്വസ്റ്റ്യനും നമുക്ക് എൽ ഹോസ്പിറ്റൽ മാത്രം മതി. സീരീസ് എക്സ്പാൻഷൻ നമുക്ക് വേണ്ടത് വളരെ റെയർ ആയിട്ടുള്ള കേസാണ്. ജെഇ അഡ്വാൻസ്ഡ് ഒക്കെ മതിയാവും. നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ സഫിഷ്യന്റ് ആണ് കീം ലെവലിൽ എല്ലാം ചെയ്യാനായിട്ട്. വേണമെങ്കിൽ ജെഇ ലെവലിൽ ചെയ്യാൻ നമുക്ക് എൽ ഹോസ്പിറ്റലിന്റെ നീഡ് മാത്രമേ ഉള്ളൂ. പിന്നെ 2-3 സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ്, കുറച്ച് സ്റ്റാൻഡേർഡ് ലിമിറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ മാത്സിന്റെ ബേസിക് കൺസെപ്റ്റ് വെച്ച് ഫോർമുല ബൈ ഹാർട്ട് ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഇനി കാണുന്ന കാര്യങ്ങളെല്ലാം ബേസിക് വെച്ച് അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫോർമുലയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് എങ്ങനെ എഴുതാം? nc3 - np3 into 1/n³ എന്ന് എഴുതിക്കൂടെ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് നമുക്ക് ഇത്ര എഴുതാം. അപ്പൊ വേറെ ഒന്നുമില്ല, നമ്മൾ ഇതിനെ എങ്ങനെ എഴുതി? ഈ n³ എഴുതി 1/n³ എന്ന് സെപ്പറേറ്റ് മാറ്റി എഴുതി. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇത് എഴുതുന്നതിന് മുന്നേ നമ്മൾ പ്രീറിക്വസൈറ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nc3 എക്സ്പാൻഷൻ എന്താണ്? n factor divided by n - 3 factorial into 3 factorial. എന്താണ്? ncr ന്റെ എക്സ്പാൻഷൻ എന്താണ്? n factor divided by n - r factorial into r factorial. ഇത് എങ്ങനെ എഴുതുന്നത്? ആദ്യം ഇതിന്റെ ഫാക്ടോറിയൽ എടുത്ത് എഴുതും, ഇതിൽ നിന്ന് കുറച്ചിട്ട് അതിന്റെ ഫാക്ടോറിയൽ എടുത്ത് എഴുതും, എന്നിട്ട് ഈ കിടക്കുന്ന സംഭവത്തിന്റെ ഫാക്ടോറിയൽ എടുത്ത് എഴുതും. അപ്പൊ ഇതാണ് നമ്മുടെ NCR ന്റെ എക്സ്പാൻഷൻ. ഇനി NPR ന്റെ എക്സ്പാൻഷൻ എന്താണ്? NPR എന്ന് പറഞ്ഞാൽ n factor divided by
n മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ ഇതെങ്ങനെയാണ്? ആദ്യം n ഫാക്ടോറിയൽ എഴുതി, എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് ഈ ഫാക്ടോറിയൽ എഴുതി. അപ്പോൾ ഈ എക്സ്പാൻഷൻ മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണ ആകെയുള്ള ഒരു തിയറി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ 1/n³ നമ്മൾ ആദ്യം എടുത്ത് എഴുതിയിട്ട് ഇതിന്റെ എക്സ്പാൻഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അപ്പോൾ ഇത് 1/n³ ഉണ്ട്. ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ മൈനസ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ. ഇത്രയും നമുക്ക് കിട്ടി. നമുക്കിനി ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കിവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്? n ഫാക്ടോറിയൽ ഉണ്ട്, n ഫാക്ടോറിയൽ ഉണ്ട്, n മൈനസ് 3 ഫാക്ടോറിയൽ ഉണ്ട്, n മൈനസ് 3 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഇത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n³ ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 1/3 ഫാക്ടോറിയലിന്റെ വാല്യൂ എന്താണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 1, അതായത് 6 മൈനസ് 1. അപ്പോൾ ഇതെന്താണ്? ഇവിടെ 1 ആയി, ഇവിടെ 1/3 ഫാക്ടോറിയൽ ആയി, അതായത് 6 ആയി. ബാക്കി നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫോർമുല യൂസ് ചെയ്യാനേക്കാളും സ്പീഡ് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കേ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ. അത് നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ 5 ഫാക്ടോറിയൽ നമ്മൾ എങ്ങനെ എഴുതും? 5 ഫാക്ടോറിയൽ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ, അതായത് 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 5 ഇൻറ്റു 5 മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി 5 ഫാക്ടോറിയൽ നമ്മളൊക്കെ എങ്ങനെ എഴുതാം? 5 ഫാക്ടോറിയൽ ഇൻറ്റു 4 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇതെങ്ങനെ നമ്മൾ എഴുതുന്നത്? അതായത് 5 ഇൻറ്റു 5 മൈനസ് 1 ഇൻറ്റു 5 മൈനസ് 3 ഫാക്ടോറിയൽ 5 മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇതിനെ മനസ്സിൽ വേണം നിങ്ങൾ ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്യാനുള്ളത്. നിങ്ങൾ ചെയ്യാനുള്ളത് n ഫാക്ടോറിയൽ നമ്മൾ എഴുതുന്നത് വെച്ചാൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഡിവൈഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം നമുക്ക്? ഇതൊരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം എന്ത് വരും? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ആയിട്ട് മാറും. അപ്പോൾ അത്രേ ഉള്ളൂ. അതായത് ഇതിന്റെ തൊട്ടടുത്ത ടേം വരെ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. എന്ത് എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു ഡിവൈഡ് ബൈ ഈ n³ അതേപോലെ തന്നെ എടുത്ത് എഴുതി. ഇത് നേരത്തെ കട്ടായി പോയി. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്ത് എന്ത് വരും? 1/6 മൈനസ് 1 എത്ര വരും? മൈനസ് 5/6 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുല പോലും യൂസ് ചെയ്യാതെയാണ് ഇത്ര എത്തിയത്. ഇനി n³ ഒരു n കൂടി കട്ട് ചെയ്ത് പറഞ്ഞാൽ താഴെ എന്തായി? n² ആയി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനകത്ത് n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ദ ഹോൾ ഡിവൈഡ് ബൈ n² അല്ലേ? ഇതിന് നമ്മൾ ഓരോ ടൈമിനും ഓരോ n വെച്ച് കൊടുക്കും. ഇതിനൊരു n കൊടുത്തു, ഇതിനൊരു n കൊടുത്തു. ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മൾ n-ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ, അതായത് നമുക്ക് അത് ചെയ്യാം. മൈനസ് 5/6 നമ്മൾ അതേപോലെ എടുത്ത് എഴുതി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n/n എന്താണ്? 1 മൈനസ് 1/n. ഇനി ഇവിടെ എന്താണ്? 1 മൈനസ് 2/n. വേറെ ഒന്നുമില്ല, n മൈനസ് 2 ഡിവൈഡ് ബൈ n എന്താണ് വരുന്നത്? n/n മൈനസ് 2/n. ജസ്റ്റ് ആ ഫോം. ഇത് എഴുതി വരുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം എന്താണ് ഉത്തരം എന്നുള്ളത്. മൈനസ് 5/6. ഇനി നമ്മൾ n-ന് ഇൻഫിനിറ്റിയുടെ വാല്യൂ എടുത്താൽ എന്താ? 1/∞ എന്താണ്? ഇത് 0 ആയി. 1/∞ ഇതും 0 ആയി. 1 × 1 1 ആണ്. ബാക്കി എന്താണ് വാല്യൂ? മൈനസ് 5/6. അപ്പോൾ ഇതാണ് നമ്മൾ ഫോർമുല കാണാതെ പഠിക്കാതെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ പറയും ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് മെത്തേഡ് അല്ലേ, പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ ഇത്രയൊക്കെ എഴുതുന്നതാണോ ഫോർമുല പഠിക്കുന്നതാണോ നല്ലത്? അപ്പോൾ പരീക്ഷയ്ക്ക് പോയി എഴുതുമ്പോൾ ഇത് അറിയാവുന്ന ഒരാൾ എഴുതുന്ന രീതി എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, ഇവിടെ എന്താണ്? n³ അല്ലേ ഉള്ളത്. അപ്പോൾ n³ ആകുമ്പോൾ നമ്മൾ എഴുതുന്നത് വെച്ചാൽ 1/n³ ഇൻറ്റു ഇത് എഴുതില്ല. പരീക്ഷയ്ക്ക് നമ്മൾ ഇത് ചുമ്മാ എഴുതില്ല. അപ്പോൾ നമ്മൾ ഇത്ര എഴുതി. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ മൈനസ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n³ ഇത്ര എഴുതി. ഇനി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n³ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ എഴുതണ്ട, ഈ n³ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയും നമ്മൾ എഴുതി. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1/n³ എടുത്തു. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 1/3 ഫാക്ടോറിയൽ ആകുമ്പോൾ 1/6 മൈനസ് 1. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുമ്പോൾ 1/n³ ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 നാച്ചുറലി വന്നു. ഇതിനെ മൈനസ് 5/6 നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം. ഇത്ര എഴുതുമ്പോൾ നമ്മൾ ഇനി ഈ n പോയി ഇവിടെ 1/n വരുമ്പോൾ 0 ആവും. 1 × 1 1 ആണ്. മൈനസ് 5/6. അപ്പോൾ ഇതാണ് പ്രാക്ടീസ് കൊണ്ട് നമ്മൾ എത്തേണ്ട സ്പീഡ്. നമ്മൾ ബേസിക് ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഫോർമുല കാണാതെ പഠിക്കും നമ്മൾ തിരിഞ്ഞു പോകും, നമ്മൾ റിസൾട്ട്സ് ആൾട്ടറായി പോകും. പക്ഷെ അതാണ് ബേസിക്സ് കൊണ്ട് ചെയ്യാൻ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ലിമിറ്റ് x → 0 നമ്മൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ x 0 ആയതുകൊണ്ട് മോളിൽ 0 വരും, താഴെ സൈൻ 0 ആയിട്ട് 0 വരും. 0/0. അപ്പോൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാനാണ് എളുപ്പം അല്ല. നമുക്കറിയാം cot x = cos x by sin x. അപ്പോൾ cot 4x = cos 4x / sin 4x. അപ്പോൾ വെറും സിമ്പിൾ ഫോർമുല വെച്ച് നമ്മളിവിടെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നു. ലിമിറ്റ് x → 0 x ×
cot 4x എന്താണ് cos 4x divided by sin 4x. sin square x അതേപോലെ ഉണ്ട്. cot square x എന്താണ് cos square x cos square 2x divided by cos square 2x എന്ന് വെച്ചാൽ cot square 2x എന്ന് വെച്ചാൽ cos square 2x divided by sin square 2x. ഇനി sin 2x ന്റെ എക്സ്പാൻഷൻ എന്താണ് sin 2x equal to 2 sin x cos x. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്ക്വയർ എന്തായിരിക്കും ഇതിന്റെ സ്ക്വയർ വാല്യൂ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ സ്ക്വയർ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ സ്ക്വയർ എന്തായിരിക്കും 2 ന്റെ സ്ക്വയർ 4 sin square x ന്റെ sin x ന്റെ സ്ക്വയർ sin square x cos x ന്റെ സ്ക്വയർ cos square x sin square x ഉം cos square x ഉം കൂടി ക്യാൻസൽ ആയി. അപ്പോൾ ബാക്കി നമുക്ക് എന്തുണ്ട് നമ്മൾ ഈ x നെ കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് പ്രശ്നം വരുന്നത് ഈ sin x by x ന്റെ ഈ സംഭവത്തിലുള്ള പ്രശ്നം വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ഒതുക്കാം ഈ വെട്ടിക്കളഞ്ഞ സംഭവം നമ്മൾ മാറ്റാം എങ്ങനെ നമുക്ക് അത് സോൾവ് ചെയ്യാം നോക്കിക്കോ. നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ sin 4x ന്റെ ഇവിടെ എന്ത് ചെയ്തു നമ്മൾ ഇവിടെ എന്ത് ചെയ്തു നമ്മൾ ഇതിനൊരു x by x കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ x by x എന്ന് പറഞ്ഞാൽ 1 അല്ലേ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തെങ്കിലും വാല്യൂ വ്യത്യാസം ഉണ്ടോ ഇല്ല 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ വ്യത്യാസം ഇല്ലാണ്ട് 1 ഉം 1 by x ഉം കൂടി എന്ത് ചെയ്തു അതായത് ഇതെന്ന് പറഞ്ഞാൽ 1 by x divided by x by 1 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ടെക്നിക്കലി. അതായത് ഇത്രയും പാർട്ട് മാത്രം എഴുതിയാലും ഇത് രണ്ടും കട്ടായി പോകും എന്നുള്ള ലോജിക്ക് നമ്മുടെ മനസ്സിൽ വേണം. ഇനി എന്താണെന്നുള്ളത് നോക്കി cos 4x അവിടെ ഓൾറെഡി ഉണ്ട് പിന്നെ sin 4x divided by x into cos square 2x divided by 4. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇവിടെ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു 4/4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 sin x by x എന്താണ് 0 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് 0 sin 4x by 4x എന്താണ് ഇത്രയും ടേംസ് എന്തായി 1 ആയി. ലിമിറ്റ് എക്സ്റ്റെൻസ് 0 sin x by x 1 ആണ്. അപ്പോൾ അതേ റൂൾ സിമ്പിൾ റൂൾ വെച്ച് നമ്മൾ ഇത് കട്ട് ചെയ്തു. ബാക്കി എന്തുണ്ട് ബാക്കി ലിമിറ്റ് കൊടുക്കുമ്പോൾ cos 0 എന്താണ് 1 ആയി cos 0 ഇവിടെ 1 ആയി. അപ്പോൾ ബാക്കി എന്തുണ്ട് 1/4 divided by 1/4. അപ്പോൾ a by b divided by c by d ഫോം വയ്ക്കാം. അല്ലെങ്കിൽ നോക്കിയേ 1/4 നെ 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തായി എനി നമ്പർ ഡിവൈഡ് ബൈ ആ നമ്പർ എന്താണ് 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 1 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം ഫോർമുല ഉപയോഗിക്കാതെ ബേസിക് ആയിട്ട് വെച്ച് ഇങ്ങനെ ചെയ്യാം. ലിമിറ്റ് n tends to infinity എന്റെ വാല്യൂ ഇൻഫിനിറ്റിയോട് എടുക്കുമ്പോൾ 4n + 5n the whole raised to 1/n. അപ്പോൾ ഞാൻ ഈ ലിമിറ്റിനെ വിളിക്കുന്നത് y എന്ന് വിളിച്ചു. y എന്ന് വിളിച്ച് രണ്ട് സൈഡിൽ ഞാൻ ലോഗ് എടുക്കും. ലോഗ് y = ലിമിറ്റ് n tends to infinity ഇതിന്റെ ലോഗ് എന്താണ് ലോഗ് 4n + 5n the whole raised to 1/n എന്ന് കിട്ടി. എത്രയും കിട്ടി സിമ്പിൾ അല്ലേ. നമ്മൾ ജസ്റ്റ് y എന്ന് വിളിച്ചിട്ട് രണ്ട് സൈഡിൽ ലോഗ് എടുക്കും പണിയില്ല. അപ്പോൾ ഇങ്ങനെ പവർ വരുന്നത് നമുക്ക് ഫോർമുല അറിയത്തില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ലോഗ് എടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗ് a raised to b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b log a. അപ്പോൾ ഈ സിമ്പിൾ ഫോർമുല വെച്ചിട്ട് ഇതെന്ത് വരും ഈ 1/n ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരും. അതായത് ഈ ഫോം വേറെ ഒന്നുമില്ല അതിന്റെ പവറിനെ എന്ത് ചെയ്തു ഈ പവറിനെ നമ്മൾ എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കണക്ക് ഇതിന്റെ പവറിനെ എടുത്ത് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതി. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി. ഇനി നമ്മൾ ഇത് എങ്ങനെ ചെയ്യും അടുത്ത ക്വസ്റ്റ്യൻ ലോഗ് y അതായത് ഈ ലിമിറ്റിന്റെ ലോഗ് y = നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇൻഫിനിറ്റി ആയി ലോഗ് ഇൻഫിനിറ്റി തന്നെ ആയി പോകും. അപ്പോൾ ലോഗ് ഇൻഫിനിറ്റി തന്നെ ആവും. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആവുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ സെയിം മെത്തേഡ് എൽഹോസ്പിയർ റൂൾ വേറെ ഒരു വേരിയേഷൻ നമ്മൾ കൊണ്ടുവന്നില്ല നമ്മൾ എൽഹോസ്പിയർ റൂൾ തന്നെ ഇട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൽഹോസ്പിയർ റൂൾ ഇടുമ്പോഴത്തേക്കും ഇത് നമുക്ക് എങ്ങനെ എഴുതാം ത്രൂ ഔട്ട് 1/n എന്താണ് എന്നു എഴുതാം. എൽഹോസ്പിയർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് y = ഇതിന്റെ എൽഹോസ്പിയർ റൂൾ എന്ന് വെച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായി n ന്റെ ഡെറിവേറ്റീവ് എന്തായി x ന് വരെ n വന്നപ്പോൾ n ന്റെ ഡെറിവേറ്റീവ് 1. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ n മൊത്തം റീപ്ലേസ് വിത്ത് x. അപ്പോൾ നമുക്ക് ഇവിടെ 1 ആയി. അപ്പോൾ ഡിനോമിനേറ്റർ 1 ആയി നമ്മൾ നോക്കണ്ട. ഇനി ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്താണ് log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ ഇതിന്റെ 1 ഈ നമ്പറിന്റെ 1 ഈ നമ്പർ ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ് 4n log 4. അതായത് 4x ന്റെ ഡെറിവേറ്റീവ് എന്താണ് a(x) ന്റെ ഡെറിവേറ്റീവ് എന്താണ് a(x) log a. അപ്പോൾ അത് തന്നെയാണ് 4x ആകുമ്പോൾ 4x log 4. അപ്പോൾ ഇവിടുത്തെ എന്ത് വരും അടുത്ത എന്ത് വരും പ്ലസ് 5x ന്റെ എന്ത് വരും ചെയിൻ റൂൾ പ്രകാരം ആദ്യം നമ്മൾ ഇതിനകത്തുള്ളതിന്റെ എഴുതി log x ന്റെ ഫോം എഴുതി ഇനി ചെയിൻ റൂൾ പ്രകാരം ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതുന്നത് 4x ന്റേത് 4x log 4. അപ്പോൾ 5x ന്റെയാണ് 5x log 5. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ വേറെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഉപയോഗിക്കുന്നില്ല. നമ്മൾ സിമ്പിൾ ആയിട്ടൊരു സ്റ്റെപ്പ് എഴുതും log y = ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കി എഴുതും ഈ പ്ലസിനെ. അപ്പോൾ നമുക്ക് 4n log 4 divided by 4n plus 5n. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് 5n into log 5 the whole divided by 4n plus 5n. ഇനി നമ്മൾ 5n കൊണ്ട് മുകളിലും താഴെയും ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് വരും ഇവിടെ നമ്മൾ 4n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു താഴെ നമ്മൾ ഇവിടെ നമ്മൾ 5n കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് വരും log y = 4n കൊണ്ട് ഡിവൈഡ് ചെയ്ത log y divided by 1 plus 4n divided by 4n 1.
plus 5 raised to n divided by 5 raised to 5 by 4 the whole raised to n plus ഇവിടെ എന്ത് വരും ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ log 5 the whole divided by ഇവിടെ എന്ത് വരും 4 by 5 the whole raised to n അതായത് 4 raised to n divided by 5 raised to n plus 1. ഇനി നമ്മളുടെ സംഭവങ്ങൾ തീർന്നു. നമുക്കിവിടെ ലിമിറ്റ് എത്രയില്ലായിരുന്നു? n tends to infinity ആണ്. ഇവിടെ ലിമിറ്റിന്റെ വാല്യൂ ഉണ്ട്, ലിമിറ്റ് n tends to infinity. അപ്പൊ നമ്മൾ n ന്റെ വാല്യൂ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നോക്ക് 1 നെക്കാളും ഒരു വാല്യൂ കൂടിയൊരു വാല്യൂ, അതായത് 1 നെക്കാളും കൂടിയൊരു വാല്യൂ എന്താണ്? 1.5 എടുക്കാം. അപ്പൊ 1.5 ന്റെ സ്ക്വയർ 2.25 ആയി. അപ്പൊ അത് കൂടിയല്ലേ വരുന്നത്. ഇനി 0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2. 1/2 ന്റെ സ്ക്വയർ എത്രയാണ്? 1/4. എത്ര വരും? 0.25. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.25. അതായത് ഒന്നിനെക്കാളും കൂടിയൊരു വാല്യൂ റൈസ് ടു പവർ കൂടുമ്പോഴത്തേക്കും വാല്യൂ കൂടി വരും. അപ്പൊ ഒന്നിനെക്കാളും കൂടിയൊരു വാല്യൂ റൈസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ വാല്യൂ എന്തൊരു ഡിനോമിനേറ്റർ എന്താവും? 1 പ്ലസ് ഇൻഫിനിറ്റി ഫോം ആണ്. കാരണം ഇത് ഒന്നിനെക്കാളും വലിയ വാല്യൂ റൈസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇത് 1 പ്ലസ് ഇൻഫിനിറ്റി എന്താണ്? ഇൻഫിനിറ്റി. കാരണം ഇൻഫിനിറ്റിയുടെ കൂടെ ഒരു ഒന്ന് കൂടിയെന്നും പറഞ്ഞാലും അത് ഇൻഫിനിറ്റി ആണ്. 1/ഇൻഫിനിറ്റി ഫോം വരും. അപ്പൊ ഇത്രയും ടേംസ് എന്തായി? ഇൻഫിനിറ്റി ആയി. ഇനി ഇവിടെ എന്ത് വരും? 1 നെക്കാളും കുറഞ്ഞൊരു വാല്യൂ അല്ലേ? 4/5 ആകുമ്പോൾ ഏകദേശം പോയിന്റ് എത്ര വരും? 0.8 വരും. അപ്പൊ 0.8 ന്റെ സ്ക്വയർ എത്രയാണ്? 0.64. ഇതിന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇതിലും കുറഞ്ഞു വരത്തേ ഉള്ളൂ. അപ്പൊ ഇത് റൈസ് ടു ഇൻഫിനിറ്റി. 1 നെക്കാളും കുറഞ്ഞ നമ്പർ റൈസ് ടു ഇൻഫിനിറ്റി എന്തായിരിക്കും? ചെയ്തു വരുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പൊ അതാണ് അതിന്റെ ഐഡിയ. അപ്പൊ ഇതെന്തായി? 0 ആയി. അപ്പൊ ബാക്കി എന്താണ്? 1/ഇൻഫിനിറ്റിയുടെ വാല്യൂ നമുക്കറിയാം. 1/ഇൻഫിനിറ്റി എന്താണ്? 1/0. അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും a/c/d ഫോം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് a/c × d എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം 1/ഇൻഫിനിറ്റി എന്താണ്? 1/ഇൻഫിനിറ്റി 0 ആണെന്ന് അറിയാം. ഇത് 0 ആയി. അപ്പൊ ബാക്കി എന്താണ്? നമ്മൾ log y equal to log 5. ഇനി ആന്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? y equal to 5. അപ്പൊ നമ്മളുടെ y ലോഗിന്റെ വാല്യൂ എന്താണ്? 5. അപ്പൊ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇത് വലിയ സ്റ്റെപ്പ് ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. 0.8 ന്റെ സ്ക്വയർ എടുക്കുന്നത് ഉൾപ്പെടെ പറയുന്നത് ക്ലാസ് ആയതുകൊണ്ടാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതൊന്നും അല്ല, റാപ്പിഡ് ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ റാപ്പിഡ് ആയിട്ട് ആൻസർ കിട്ടും. ഈ മെത്തേഡ് പരീക്ഷയ്ക്ക് വർക്ക് ചെയ്യുമോ? കാണിച്ചു തരാം. ഞാൻ y എന്ന് എഴുതി ലോഗ് എടുത്തു. ലോഗ് a റൈസ് ടു b എന്നുള്ള ഫോമാണ്. b ലോഗ് എന്ന് എനിക്കറിയാം. ഞാൻ എഴുതി. ഇത് എഴുതുന്നില്ല കാരണം പരീക്ഷയ്ക്ക് ടൈം സേവ് ചെയ്യണം. ഇനി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി എൽ ഹോസ്റ്റിൽ അപ്ലൈ ചെയ്യണം. എന്നിന്റെ ഡെറിവേറ്റീവ് പോയി. അപ്പോൾ log y equal to 4x log 4 plus 5x log 5 ചെയിൻ റൂളിന്റെ ആപ്ലിക്കേഷൻ ഡിവൈഡ് ബൈ 4x plus 5x. ഇനി ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് ഒന്ന് എഴുതാൻ 2 സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇത്രത്തോളം സ്റ്റെപ്പ് വേണം കുറച്ച് എഴുതി സോൾവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് വേറെ ഉത്തരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയത്തില്ല. ഞാൻ 2 രീതിയിൽ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ നോക്കാം. ലിമിറ്റ് n tends to infinity 1 plus 2/x the whole raised to x. ഞാൻ ഇതിനെ y എന്ന് വിളിച്ചു. നേരത്തെ അതേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതേ പ്രൊസീജിയർ പവർ ഉള്ളപ്പോൾ ഞാൻ ലോഗ് എടുത്തു. ലോഗ് y ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാലോ ലോഗ് a റൈസ് ടു b യുടെ ഫോം b ലോഗ് a. അപ്പൊ അതിവിടെ ഡയറക്റ്റ് നമ്മൾ എഴുതി. നേരത്തെ അതേ ക്വസ്റ്റ്യന്റെ അതേ സംഭവങ്ങൾ നമ്മൾ ലിമിറ്റ് x tends to infinity എഴുതി. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇൻഫിനിറ്റിയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 1/ഇൻഫിനിറ്റി എന്തായി? ഇത് 0 ആയി. ലോഗ് 1 എത്രയാണ്? ഇതും 0 ആകുമ്പോൾ ലോഗ് 1 എത്രയായി? അതായത് നമ്മൾ ജസ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം. ഞാൻ ഒന്നുകൂടി എഴുതി കാണിച്ചാൽ നമ്മുടെ ഇൻഫിനിറ്റിയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ലോഗ് y എന്ത് വരും? ഇവിടെ 0 ഇൻറ്റു ലോഗ് 1 പ്ലസ് 0 എന്തായി? 0. ലോഗ് 1 പ്ലസ് 0 1. ലോഗ് 1 0 ഇൻറ്റു 0 ഇൻറ്റു 0 എന്താണ്? 0. അപ്പൊ നമുക്ക് ലോഗ് y ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഇതിന്റെ ആന്റി ലോഗ് എടുക്കാന്ന് വെച്ചാൽ 2 സൈഡിലും e റൈസ് ടു എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പൊ y ഈക്വൽ ടു e റൈസ് ടു 0 എത്രയാണ്? 1. നമുക്ക് ലിമിറ്റിന്റെ വാല്യൂ 1 കിട്ടും. ഇനി അല്ലാതെ നമ്മൾ ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാം. ഫോർമുല വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ലിമിറ്റ് x tends to a f of x the whole raised to g of x equal to e raised to limit x tends to a g of x into f of x minus 1. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ f of x എന്താണ്? ഇതാണ്. g of x ഇതാണ്. അപ്പോൾ നമ്മൾ e raised to ലിമിറ്റ് എന്താണ്? a എന്ന് പറയുന്നത് ഇവിടെ ഇൻഫിനിറ്റി ആണ്. അതായത് x tends to infinity f of x minus 1. f of x എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്നതാണ്. ഇതിന് ഒന്ന് കുറച്ച് എന്ത് വരും? 2/x into g of x എന്താണ് വരുന്നത്? 1/x. 2/x square എന്താണ്? 2/x square. 1/x into 2/x എന്താണ്? 2/x square. ഇനി നമ്മൾ ഇൻഫിനിറ്റിയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 1/ഇൻഫിനിറ്റി എന്താണ്? അല്ലെങ്കിൽ 2 into 1/ഇൻഫിനിറ്റി എന്താണ്? 0. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താണ്? e raised to 0 ആകുമ്പോൾ 1.
രണ്ട് മെത്തേഡിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഒന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ മെത്തേഡും ഒന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ജെയ്ക്ക് ഉപയോഗിക്കുന്ന അതേ മെത്തേഡ്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറെ മെത്തേഡുകൾ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ എക്സ് പോളിനോമിയൽ രണ്ട് പവർ സെയിം ആണെങ്കിൽ, രണ്ട് പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിന്റെ കോഫിഷ്യൻസ് ആയിരിക്കും ആൻസർ 5/4. അതായത് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുന്നത് ഈക്വൽ. അങ്ങനെ കാണാനൊന്നും പഠിക്കണ്ട, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ എക്സ് ക്യൂബ് കൊണ്ട് മുകളിലും താഴെ നമ്മൾ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 5x ക്യൂബ് പ്ലസ് 7x സ്ക്വയർ മൈനസ് 6x പ്ലസ് 2 ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ്. ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ഐഡിയ. ഇവിടെ നമ്മൾ 4x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ്. അപ്പൊ നമുക്കിത് ഡിവൈഡ് ചെയ്ത് എഴുതാം. സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എന്താവും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 5x ക്യൂബ് എക്സ് ക്യൂബ് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് 5 വരും. ഇൻഫിനിറ്റി 5 വരും. പ്ലസ് 7x സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് ആകുമ്പോൾ 7/x വരും. അടുത്ത ടൈം മൈനസ് 6x ബൈ എക്സ് ക്യൂബ് ആകുമ്പോൾ മൈനസ് 6/x സ്ക്വയർ ആയി. പിന്നെ 2/x ക്യൂബ് എന്താണ്? 2/x ക്യൂബ്. ഇനി നമുക്ക് ഇവിടെ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കട്ടായി പോകുമ്പോൾ 4 വരും. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 6 ഡിവൈഡ് ബൈ എക്സ് വരും. ഇവിടെ കട്ട് ചെയ്താൽ 2x ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് എന്ത് വരും? പ്ലസ് 2 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ വരും പ്ലസ് 1/x ക്യൂബ്. ഇനി ഇൻഫിനിറ്റിയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1/∞ എന്താണ്? 0. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0. ലാസ്റ്റ് എന്തുകൊണ്ട്? 5/4 മാത്രം റിമൈനിങ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയും പറയുമ്പോഴത്തേക്കും ഫോർമുല എന്ന് പറഞ്ഞ് കുത്തിയറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാത്ത ഫോർമുലയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെന്നിപ്പോ. പക്ഷെ ഫോർമുല പഠിക്കാതെ ബേസിക് ഐഡിയ വെച്ച് കഴിഞ്ഞാൽ എത്ര അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും ചെയ്യാൻ നമ്മളിൽ ഒരുപാട് വഴിയുണ്ട്. ഒന്നോ അതിൽ കൂടുതലോ വഴികളുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്, നിങ്ങളിത് പഠിക്കുമ്പോൾ ഫോർമുല ബേസ് പഠിക്കാതെ നിങ്ങൾ ബേസിക് ഐഡിയ വെച്ച് പഠിക്കാം. അപ്പൊ നിങ്ങൾ പറയും ഇതല്ലാതെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നമുക്ക് ഇനിയും ചിന്തിക്കാം. നമ്മുടെ ചിന്തിക്കുന്ന കഴിവ് നമുക്ക് തന്നേക്കുന്ന എന്തിനാണ്? നമ്മൾ ഓരോന്നും ചിന്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ പറയും ഇതിന് ഇനിയും വഴിയുണ്ടോ എന്ന് എന്നോട് ചോദിക്കണം. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ 5നെ 4നെയും കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 5നെ 4നെ കോമൺ എടുത്തു. 5നെയും 4നെയും ഒരു കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്തുണ്ട്? എക്സ് ക്യൂബ് പ്ലസ് 7 ഡിവൈഡ് ബൈ 5 എക്സ് സ്ക്വയർ മൈനസ് 6/5x പ്ലസ് 2 ഡിവൈഡ് ബൈ 5 ദ ഹോൾ ഡിവൈഡ് ബൈ. ഇവിടെയും പോയി കഴിഞ്ഞാൽ എന്ത് വരും? ബാക്കി നമുക്ക് നോക്കാം. എക്സ് ക്യൂബ് ഇവിടുന്ന് 4 അല്ലേ എടുക്കുന്നത്? എക്സ് ക്യൂബ് മൈനസ് 6/4 എക്സ് സ്ക്വയർ പ്ലസ് 2/4x പ്ലസ് 1/4. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിച്ച് നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരുമോ, റിമൈൻഡർ വരാതെ മൊത്തം പോകുമോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇനി ഒരു വെറൈറ്റി തിങ്കിങ് ആണ്. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്ത എന്താണ്? ചിലപ്പോൾ ബ്ലെൻഡർ ആയിരിക്കാം. പക്ഷെ ബ്ലെൻഡർ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കണം എന്ന് പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനോട് അപ്രോച്ച് ചെയ്യുന്ന രീതി നമ്മൾ പല രീതിയിൽ നിന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കും. അപ്പൊ പല രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ചില സമയത്ത് ഇതായിരിക്കാം ഇതിന്റെ ഉത്തരം, ചില സമയത്ത് ഇതല്ലായിരിക്കാം ഇതിന്റെ ഉത്തരം. നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയാൽ പോലും പല ക്വസ്റ്റ്യനും നമ്മൾ ചിന്തിക്കണം എന്ന് പറയുന്നത് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് ചില സമയത്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ മെത്തേഡ് മണ്ടത്തരമാണ്. പക്ഷെ ഇത് മണ്ടത്തരമാണെങ്കിലും ഇത് ഒരു തവണ ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ മെത്തേഡ് ഇരിക്കും. ഒരു എക്സ്ട്രാ മെത്തേഡ് എപ്പോഴെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാതിരിക്കത്തില്ല. അപ്പൊ ഇനി പറയാനുള്ളത് നിങ്ങളെപ്പോഴും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ ഫണ്ടമെന്റൽ വെച്ച് കയറിപ്പോണം. ഫണ്ടമെന്റൽ വെച്ച് കയറിപ്പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ആരും എക്സാമ്പിൾ പറയൂല. എന്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയുമോ? ഞാൻ ചെയ്യുന്ന എല്ലാം എന്താണ്? അഡ്വാൻസ് ആണെങ്കിൽ പോലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് മാത്രം. ഫോർമുല ഞാൻ മാക്സിമം കുറച്ച് ഉപയോഗിക്കുള്ളൂ. അപ്പം ചോദിക്കും ഫോർമുല അറിയാത്തതുകൊണ്ടാണോ? ഫോർമുല അറിയത്തില്ല. ഫോർമുല അറിയാത്തത് കൊണ്ടും ഫോർമുല ഓർമ്മ നിൽക്കാത്തതും കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മറന്നു പോകുന്നതുകൊണ്ടും കൂടിയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നോക്കിയേ, സൈൻ കോസ് 2x ഫോർമുല എന്താണ്? കോസ് 2x ഈക്വൽ ടു 2 cos square x മൈനസ് 1. ഞാനിത് മിക്കവാറും മറന്നു. ഇത് മറന്നു. അല്ലെങ്കിൽ ഞാൻ മറന്നു പോണ വേറൊരു കാര്യം, കോസ് 2x ഈക്വൽ ടു അല്ലെങ്കിൽ കോസ് a പ്ലസ് ബി ഈക്വൽ ടു കോസ് സ്ക്വയർ എ പ്ലസ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇതെങ്ങനെ മൈനസ് 1 എന്നുള്ളത് മറന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും ഈ രണ്ട് ഫോർമുല വെച്ച് റിലേറ്റ് ചെയ്യും. അപ്പൊ അറ്റ് എ ടൈം എനിക്ക് ഒരെണ്ണം തെറ്റിയാലും ഒരെണ്ണത്തിലൊരു ബാക്കപ്പ് ഓപ്ഷൻ പോലെ ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരുന്നുകൊണ്ടാണ് ഞാൻ കയറി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഫണ്ടമെന്റൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കുക, ഇക്വേഷൻ കുത്തിക്കയറ്റി പഠിച്ച് കുളമാക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം മാത്രം പഠിച്ചാൽ പോരെ. അത്രേ ഉള്ളൂ എനിക്ക് പറയാം.